നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇതൊരു ക്വിക്ക് റിവ്യൂ ആണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബേൺമൗത്ത് മത്സരം കണ്ട ഉടനെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. വിശദമായ റിവ്യൂ നമുക്ക് പിന്നീട് ചെയ്യാം. എന്താണ് സുഹൃത്തുക്കളെ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയണം, പെപ്പിനെ ഇപ്പോഴേ മിസ് ചെയ്ത് തുടങ്ങിയോ? മറസ്കയെ കൊണ്ടാവില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ പലരും പ്രതികരിക്കുന്നത് കണ്ടു. കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ആ തരത്തിലുള്ള പ്രതികരണം കണ്ടതാണ്. ഇന്നിപ്പോൾ ബേൺമൗത്തിനെതിരെ 84 മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോളിന് പുറകിൽ, പിന്നീട് അവസാനം 2 ഗോളുകൾ അടിച്ച് കംബാക്ക് നടത്തി വിജയിച്ച് കയറിയിട്ടുണ്ട്. മറേസ്ക ഇവിടെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നോ? എനിക്ക് തോന്നിയ ഒരു ഫീൽ ഞാൻ പറയട്ടെ. ഈ സെലക്ഷൻ എന്താണ്? ഇങ്ങനെ ചെർക്കിയൊക്കെ ബെഞ്ചിലിരുത്തുന്നു, എന്നിട്ട് റിക്കോ ലൂയിസിനെ കളിപ്പിക്കുന്നു. എന്താണ് കോച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂനസിനെ പിന്നീട് കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ കണ്ടതാണ്. മധ്യനിര പോരാ എന്നൊരു ഫീലാണ്. അതുപോലെ തന്നെ ഫിൽ ഫോഡൻ, അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു കാഴ്ച. കൂടാതെ എർലിംഗ് ഹാലൻഡിന് ബോൾ എത്തിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹവും ഇന്ന് കിട്ടിയ അവസരങ്ങൾ പാഴാക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു. ഏതായാലും ജിയാലുക്കി ഡൊണ്ണാരുമ കഴിഞ്ഞ കളിയിൽ മോശം പ്രകടനമായിരുന്നു. ഈ കളിയിൽ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സേവുകൾ നടത്തിയിട്ടുണ്ട്. അതെടുത്ത് പറഞ്ഞേ പറ്റൂ. ഒരു ഹാഫ് ടൈം ഒക്കെ ആകുമ്പോൾ ഒരു ചിന്ത എന്താണെന്നറിയോ? സിറ്റിയിൽ പെപ്പ് ഇത്രകാലം ബിൽഡ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മറസ്ക അൺഡൺ ചെയ്തോ എന്നൊരു തോന്നലാണ്. അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഏതായാലും രണ്ടാം പകുതിയിൽ തിരികെ വരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. അവസാനം ആ ചെർക്കിയുടെ വരവുണ്ടല്ലോ, എന്തിനാണ് ഈ ചെറുക്കിയൊക്കെ ഇങ്ങനെ ബെഞ്ചിലിരുത്തുന്നത്? അവരുടെ ഏറ്റവും കിടിലൻ ക്രിയേറ്റീവ് പ്ലെയർ അദ്ദേഹമല്ലേ? അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയിട്ട് എന്തുണ്ടാക്കാനാണ്? എന്താണ് ഉണ്ടായത്? അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം നമ്മൾ കണ്ടല്ലോ. 2 അസിസ്റ്റുകൾ, 27 മിനിറ്റിനുള്ളിൽ കളി തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ മറസ്കയെ രക്ഷപ്പെടുത്തിയെടുത്തത് സംശയമില്ല അത് ചെറുക്കി തന്നെയാണ്. ഈ കളിയിലേക്ക് വന്നാൽ ആദ്യം മാർക്കസ് ടവേർണറിലൂടെ ബേൺമൗത്ത് ലീഡ് എടുത്തു. അത് ഇത്തിഹാദിൽ വന്ന് ബേൺമൗത്ത് അങ്ങനെ ലീഡ് പിടിക്കാറില്ലാത്തതാണ്, അതാണ് സംഭവിച്ചത്. പിന്നെ അവസാനം മാർഗോയെയും അതുപോലെ ജോസ്കോ ഗാർഡിയോളും ഗോൾ അടിച്ചു. ലൈറ്റ് ഡ്രാമ, ആ ലൈറ്റ് ഡ്രാമയിലാണ് സിറ്റി ജയിച്ചു കയറുന്നത്. മറേസ്ക രക്ഷപ്പെട്ടു പോകുന്നത്. കളി നോക്കിയാൽ എർലിംഗ് ഹാലൻഡിനെ മുന്നിൽ നിർത്തി, അദ്ദേഹത്തിന് പുറകിൽ ഫിൽ ഫോഡൻ, ഒഴീലി, സെമന്യോ എന്നിവരൊക്കെ അറ്റാക്കിങ്ങിന് വേണ്ടി നിരത്തിക്കൊണ്ടാണ് ടീമിനിറക്കുന്നത്. എലിയറ്റ് ആൻഡേഴ്സണും മാർഗോയെയും ഉണ്ടായിരുന്നു മധ്യനിരയിൽ കാര്യങ്ങൾ ചെയ്യാൻ. ഗോയി മുന്നോട്ട് കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ റിക്കോ ലൂയിസിനെ വലതു പാർശ്വത്തിൽ, അതൊരു ഫ്ലോപ്പല്ലേ? അങ്ങനെയാണ് തോന്നിയത്. കുഷാനോവും റൂബൻ ഡയസും സെൻറ്റർ ബാക്ക് റോളിൽ, അതിന് ഗോയയുടെ സപ്പോർട്ട് കൂടി. അതാണ് ആ ഒരു രീതി അദ്ദേഹം ഉദ്ദേശിച്ചത്. ഗാർഡിയോള് മറുഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും ഗോൾ കീപ്പറായിട്ട് ഡൊണ്ണാരുമ, ഇതാണ് അവരുടെ ഒരു നിരയുണ്ടായിരുന്നു. മറുഭാഗത്ത് ഇവാനിൽസനും അതുപോലെ റയാനും ജസ്റ്റിൻ ക്ലൈവേർട്ടും അതുപോലെ ടവേർണറും ഒക്കെ ചേർന്നുകൊണ്ടാണ് മറുഭാഗത്ത് മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. അവരതിൽ തുടക്കത്തിലേക്കുള്ളൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ സിറ്റി എന്തൊക്കെയോ മിഡ്ഫീൽഡിലൊക്കെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ മാർക്കസ് ടവേർണർ 26ാമത്തെ മിനിറ്റിൽ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ചില പാസുകളൊക്കെ കൃത്യമായിട്ട് ഹാലിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാലൻഡിന് അത് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ അവസരങ്ങളുണ്ടായി, ഇല്ലെന്നല്ല പറയുന്നത്, ഉണ്ടായിരുന്നു. ആധിപത്യം പുലർത്തുന്ന ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ പെപ്പ് ഗാർഡിയോളയുടെ ടീമിൽ കാണുന്ന ആ ഒരു മികവിലല്ല. ഫിൽ ഫോഡനൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ഫീലാണ് ഉണ്ടായത്. ആ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് സിറ്റി പുറകിൽ. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഫീലിംഗ് ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് പറയാം. എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയത് എൻസോ മറസ്ക കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ പെപ്പ് സിറ്റിയിൽ ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചത്, അതൊക്കെ അദ്ദേഹം ഈ കുറച്ച് നാളുകൾ കൊണ്ട് അണ്ടൻ ചെയ്തു വന്നൊരു ഫീലിംഗാണ്. സിറ്റിയുടെ ഐഡൻറ്റിറ്റി, കൺട്രോള്, ഇൻറ്റൻസിറ്റി, കോൺഫിഡൻസ്, ഇതൊക്കെ എവിടെയോ നഷ്ടമായി എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. എന്ന് മാത്രമല്ല, എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സെലക്ഷൻ, അതായത് ബെസ്റ്റ് പ്ലെയേഴ്സിനെ ബെഞ്ചിലിരുത്തുകയും റിക്കോ ലൂയിസിനെ പോലെയുള്ളവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, എന്താണ് മറേസ്ക ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാതെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെപ്പിനെ മിസ് ചെയ്യുന്നു എന്നൊരു ഫീലാണ് അപ്പോൾ ഉണ്ടായത്. രണ്ടാം പകുതിയിലേക്ക് കളി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം ടീമിന്, കാരണം ജയിച്ചേ പറ്റൂ എന്നുള്ളതായിരുന്നല്ലോ ഒരു അവസ്ഥ. കാരണം ജയിച്ചില്ലെങ്കിൽ ഓൾറെഡി മറസ്കയ്ക്ക് അവിടെ ഇരിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റി ഷീൽഡ് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയതാണ്.
അപ്പോൾ രണ്ടാം പകുതിയിൽ സ്വാഭാവികമായിട്ടും റിക്കോ ലൂയിസിനെ പിൻവലിച്ചു, ന്യൂനസിനെ കൊണ്ടുപോകുന്നു. അതിനുശേഷം വലതുഭാഗത്തുണ്ടായിട്ടുള്ളൊരു മാറ്റം സിറ്റി ആരാധകർ നോക്കിയാൽ മതി. സോ സ്റ്റാർട്ട് ചെയ്യേണ്ട ആളാണ് ന്യൂനസ്, സംശയമില്ല. 63-ാമത്തെ മിനിറ്റിൽ ഒറിയിലേക്ക് പകരം ചെറുക്കിയെ കൊണ്ടുവരുന്നു. ഈ 63-ാം മിനിറ്റ് വരെ ശരിക്കും പറഞ്ഞാൽ എത്തിഹാദിൽ എതിരാളികൾ അവരുടെ വിജയം ആഘോഷിച്ച് നിൽക്കുകയാണ്. ആ 63-ാം മിനിറ്റിന് ശേഷം ചെറുക്കി വന്നു, കഥ കഴിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ. ആൻഡേഴ്സിന് ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലാണ് ഒരു വ്യക്തത വരികയുള്ളൂ. കൊവാസിച്ചിനെയാണ് പകരം ഇറക്കിയത്. എന്തായാലും വലിയ തുക മുടക്കി കൊണ്ടുവന്ന താരമാണ്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഫീല് എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല. പിന്നീട് ഫോഡനെ പിൻവലിച്ച് ഗ്രീലിഷ്. ഫോഡനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. മാർക്ക് ഗുയി ഗോൾ അടിക്കുന്നു 84-ാമത്തെ മിനിറ്റിൽ. എന്താ സംഭവിച്ചത്? അത് കോർണർ കിക്കിൽ നിന്നാണ്. ചെറുക്കിയുടെ കിടിലൻ കോർണറിനെ തുടർന്നാണ് മാർക്ക് ഗുയയുടെ ഗോൾ പിറക്കുന്നത്. അതിനുശേഷം 1-1 സമനിലയിൽ അങ്ങനെ നിൽക്കുന്നു. അവസാന നിമിഷം വീണ്ടും ചെറുക്കിയുടെ ഒരു കിണ്ണം കാച്ചിയ പാസ്സാണ്, ഞാനതാ പറയാം. അത് കൃത്യമായിട്ട് ജോസ്കോ ഗോഡിയോളിലേക്ക് ആദ്യം ഓഫ് സൈഡാണ് തോന്നി, പക്ഷെ പിന്നീട് അദ്ദേഹം മുന്നോട്ടേക്ക് കയറി നിന്ന് അത് ഓൺ സൈഡായി. കാരണം അത് സംശയം ലൈൻസ്മാൻ തോന്നിയെങ്കിലും നമുക്കത് അത്ര പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു വാർ ചെക്ക് ചെയ്ത് അത് ക്ലിയറായി, ഓൺ ഗോൾ, അത് ഓൺ സൈഡാണെന്ന് വ്യക്തമായി. അത് ഗോളായിട്ട് അവാർഡ് ചെയ്യുകയും ചെയ്തു. എനിവേ ഗോള് വന്നതോടുകൂടി മരേസ്ക രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. 2-1 ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ചെറുക്കിയുടെ ആ ഒരു മാജിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കളി കഴിയുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ്, അതായത് സിറ്റിയുടെ കളി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. റിക്കോ ലൂയിസിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പാടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് അതിനുള്ള രൂപത്തിലല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ചെറുക്കി, അതായത് അവരുടെ സ്ക്വാഡിൽ പ്ലേയിങ് ലെവലിൽ ഫസ്റ്റ് തന്നെ പരിഗണിക്കേണ്ട ആളാണ് ചെറുക്കി. അദ്ദേഹത്തോളം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾ ഇപ്പോൾ മധ്യനിരയിൽ അവർക്കുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഫോഡൻ എന്തുകൊണ്ടോ മിഡ്ഫീൽഡിലാണെങ്കിലും ഇനി ഔട്ട് വൈഡിൽ ഇറങ്ങിയാലും അദ്ദേഹം ഇപ്പോൾ ഡെലിവർ ചെയ്യുന്നില്ല. അദ്ദേഹം ആ ഫോം തിരികെ പിടിക്കേണ്ടതുണ്ട്. ഒരു റൈറ്റ് വിങ്ങർ എന്തായാലും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ റൈറ്റ് ബാക്ക് വേണം എന്നുള്ളൊരു ഫീലുണ്ട്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, 8-9 ദിവസങ്ങൾ കൂടിയാണ് ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നത്. നിർബന്ധമായിട്ടും മിഡ്ഫീൽഡിൽ കൂടുതൽ ക്വാളിറ്റി ഉണ്ടായേ പറ്റൂ. എൻസോ ഫെർണാണ്ടസിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതേസമയം അയൂബ് ബുവാദി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേരുകയാണ്. അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. 18-കാരനായിട്ടുള്ള പയ്യന് വന്ന പാടെ തന്നെ വലിയ രൂപത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കേണ്ട. പക്ഷേ പതിയെ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് സിറ്റിയുടെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു ഫീല്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. 3 പോയിന്റ് ഉണ്ട്, പക്ഷേ പ്ലെൻറ്റി ഓഫ് വർക്ക് ടു ഡു. അതാണ് എൻസോ മരേസ്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവിടെ ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ പെപ്പിൻ്റെ സിറ്റിയുടെ നിലവാരത്തിലേക്ക് എൻസോ മരേസ്കയുടെ സിറ്റി മാറുകയുള്ളൂ. സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണും. നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം.